രാവിലത്തേക്ക് ഇഡലിയും ദോശയും ചപ്പാത്തിയും പുട്ടും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്തെ ഇവിടെ ഒരാൾ ശാപമോക്ഷം കാത്ത് ഒരു ഗ്ലാസ് ടിന്നിനകത്ത് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഇന്ന് അതിനെ അങ്ങോട്ട് മോചിപ്പിക്കുകയാണ്. വേറൊന്നുമല്ല, റാഗി കൊണ്ടുള്ള വെർമിസെല്ലി ആട്ടോ. ഇവിടെ ഇതിന് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതൊന്ന് കഴുകി വെള്ളം വാലാൻ വെക്കുന്നുണ്ട്. വെള്ളമൊക്കെ വാർന്ന് കഴിയുമ്പോഴത്തേക്കും ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കണം. ഇനിയിപ്പോൾ ഇഡലി പാത്രത്തിനകത്തോട്ട് വലിയൊരു കണ്ണോപ്പ പാത്രം വെച്ചിട്ടുണ്ട്. അതിനകത്ത് തേങ്ങാപ്പീര ഇട്ടു. പിന്നെ ഇതങ്ങോട്ട് വാരി വിതറും. വീണ്ടും തേങ്ങാപ്പീര ഇടും. വീണ്ടും ഇതിടും. അങ്ങനെ ലെയറായിട്ട് നമ്മളിത് ഫില്ല് ചെയ്ത് ആവിയിൽ പുഴുങ്ങി ഇങ്ങോട്ട് എടുക്കും. ഇതിൻ്റെ കൂട്ടത്തിൽ ഏത്തപ്പഴം പൊരിച്ചെടുക്കുന്നുണ്ട്. അതിങ്ങനെ റൗണ്ടായിട്ട് അരിഞ്ഞ് വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. ഒരു വശം ഇട്ടിട്ട് അടച്ചു വെക്കും. പിന്നെ അത് വെന്ത് വരുമ്പോഴത്തേക്ക് തിരിച്ചിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കും. അപ്പോഴത്തേക്കും നമ്മുടെ രാവിലത്തെ ഭക്ഷണം റെഡിയായി. വെന്ത് റെഡിയായ സ്ഥിതിക്ക് ഇനി നമുക്ക് വിളമ്പിയാലോ. മോനുകുട്ടൻ കുളിയും ജപമൊക്കെ കഴിഞ്ഞ് ഇടയ്ക്ക് അടുക്കളയിലൊന്ന് വന്ന് നോക്കിയിട്ടൊക്കെ പോയതാണ്. ഇതാണ് രാവിലത്തേക്കെന്ന് പറഞ്ഞപ്പോഴേ സ്കൂളിൽ കൊണ്ടുപോകാൻ ഇമ്മിണി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനും ഒരു പാത്രത്തിലൊക്കെ കുറച്ച് എടുത്തു വെച്ചു. ഇനിയിപ്പോൾ എനിക്കും കൂടി ഉള്ളത് വിളമ്പാൻ പോവാണ്. കറികളൊക്കെ കൂട്ടി കഴിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് ഈ ഒരു കോമ്പിനേഷൻ എനിക്ക് തോന്നി കേട്ടോ. ഉപ്പുമാവും പുട്ടും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെയും കൂടി ഒന്ന് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണേ.